ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ നമുക്കൊന്ന് നോക്കിയാലോ. ഇന്നെന്തൊക്കെയാണ് നടന്നത്? എന്തെങ്കിലും ലാലേട്ടൻ നമ്മുടെ അനീഷിനെ എല്ലാ പ്രാവശ്യവും എഴുന്നേൽപ്പിക്കും, എല്ലാ പ്രാവശ്യവും സത്യങ്ങൾ അറിയാൻ വേണ്ടി. കാരണം അവസാനം യാഥാർത്ഥ്യങ്ങൾ, കറക്റ്റായിട്ടുള്ള സത്യങ്ങൾ പറയുന്നത് അനീഷ് മാത്രമാണ് എന്ന് നമുക്കും അറിയാം, എന്താ പറയുക, ലാലേട്ടനും അറിയാം. പക്ഷേ അറിയാത്ത കുറച്ച് അന്ധന്മാരായ അണ്ണന്മാരൊക്കെ ഇവിടെയുണ്ട്, പല പല അണ്ണന്മാർ. ഞാനിപ്പോൾ എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം ഏതൊക്കെ അണ്ണന്മാരാണ് സത്യം മറച്ചു വെച്ചുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന്. അതെന്താവട്ടെ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. എന്തായാലും ഇൻ്റർവ്യൂ ഓടി നടന്ന് കൊടുക്കുന്നുണ്ട് സാബുണ്ണിനെ, അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോ ഞാനിടാം. അപ്പോൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പം പറയാൻ പോണത്. അപ്പോൾ എപ്പിസോഡിൽ ഇപ്പോൾ എന്തായാലും ലാലേട്ടൻ ചോദിച്ചു എന്തായിരുന്നു ആതിരയുമായിട്ടുള്ള അന്നത്തെ ഒരു പ്രശ്നമുണ്ടല്ലോ, രാവിലെ ഉറക്കം എഴുന്നേറ്റതുമായിട്ട് ബന്ധപ്പെട്ട്. സത്യം പറഞ്ഞാൽ അത് ചോദിക്കണ്ടേ? അപ്പം അനീഷ് പറഞ്ഞത് ക്യാഷ്വലായിട്ട് ചോദിച്ചു എന്നാണ്. അപ്പോൾ പറഞ്ഞ് ക്യാഷ്വലായിട്ടാണോ ചോദിച്ചത്? അല്ല, അഭിനയിച്ച് നിൽക്കുവാണോ ചോദിച്ചു. അഭിനയിച്ച്. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലേ, രാവിലെ എഴുന്നേൽക്കാനൊക്കെ അറിയാം. അതെന്തുകൊണ്ടാണ് ചോദിച്ചത്? ഈ 60 ദിവസത്തോളം പല തവണയും ക്യാപ്റ്റൻസിയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് അനീഷ് വന്നിട്ടുണ്ട്. പാത്രം കഴുകുന്ന ടീം, അതുപോലെ തന്നെ ഫ്ലോർ ടീം, ഇതിൻ്റെ എല്ലാം ക്യാപ്റ്റനായിട്ട് വരുമ്പോൾ അതിനകത്തെല്ലാം ആദിലുണ്ടാവും. ഈ ആദിലെ ചെന്ന് വിളിക്കുമ്പോൾ ആദിൽ അവിടെ നിന്ന് എഴുന്നേക്കില്ല. അപ്പോൾ ആദില പറയുന്നത് എന്താ? താൻ പോടോ, താൻ എന്തിനാ വിളിക്കുന്നത്? താൻ എൻ്റെ തന്തയാണോ? താൻ പോടോ, എൻ്റെ എന്താ വാപ്പ വന്ന് മുന്നിൽ നിൽക്കുന്ന പോലെ തന്നെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യും. അതുപോലെ തന്നെ അയാൾ ഒരു തരത്തിലും രാത്രി ഉറങ്ങാൻ സമ്മതിക്കാതെയും അയാളുടെ പുറത്തേക്ക് വെള്ളം കോരി, അഴുക്ക് വെള്ളം അയാളുടെ പുറത്തേക്ക് ഒഴിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ ഇത് അനുഭവിച്ച ഒരു വ്യക്തി ഈ 60 ദിവസവും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഈ പിന്നെ പാട്ട് കേട്ടാൽ 1 മണിക്കൂർ വീണ്ടും കട്ടിലെ മൂടി പുതച്ച് കിടക്കുന്ന ഒരാൾ പെട്ടെന്ന് തന്നെ ക്യാപ്റ്റനായി കഴിഞ്ഞപ്പോഴത്തേക്ക് നൂറേയും കൂടി വിളിച്ചുകൊണ്ട് വന്ന് പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ആരായാലും ചോദിച്ചു പോകും. കാരണം 6-6:30 ആകുമ്പോഴത്തേക്ക് അനീഷ് കുളിച്ച് പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുളിച്ച് വൃത്തിയായി പാട്ടിന് വേണ്ടി വന്ന് നിൽക്കുന്ന ഒരു അനീഷിനെയാണ് നമ്മൾ ഇത്രയും ദിവസങ്ങളായിട്ട് ഞാൻ കാണാറുള്ളത്. അപ്പം ഈ പല ആൾക്കാരും അന്ധത ബാധിച്ച കുറേ ആൾക്കാരുണ്ട്, കാര്യങ്ങൾ വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയല്ല കണ്ണുകൊണ്ട് കണ്ട് ലൈവ് കൃത്യമായിട്ട് കണ്ട ആളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, രാവിലെ എല്ലാ ദിവസവും മാന്യമായിട്ട് കുളിച്ച് വൃത്തിയായി രാവിലെ പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു 6-6:30 ആകുമ്പം അയാളാണ് പുറത്ത് കാണുന്നത് നമ്മൾ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാൾ ഇത് കണക്ക് കാണിക്കുമ്പോൾ അയാൾ ചോദിക്കും, അയാളൊരു പച്ചയായ മനുഷ്യനാണ്. ഞാനാണെങ്കിലും ചോദിക്കും, നിങ്ങൾക്കപ്പം കറക്റ്റായിട്ട് അറിയാമല്ലേ, അപ്പോൾ നിങ്ങൾ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി അഭിനയിച്ച് കിടക്കുമായിരുന്നു എന്ന് ചോദിച്ചു. അതപ്പോൾ ലാലേട്ടൻ അതായിരുന്നു പറഞ്ഞത്. അല്ലാണ്ട് വലിയ അനീഷിനെ റോസ്റ്റ് ചെയ്തതോ അനീഷിനെ അങ്ങ് പൊക്കിയതോ ഒന്നൊന്നുമില്ല. ഈ അനീഷിനെ കയ്യോടെ പിടിച്ചു, അനീഷിനെ പൊക്കിയെന്നൊക്കെ കുറേ തമ്പനയിലൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ അനീഷിനോട് ചോദിക്കുന്നുണ്ട്. പിന്നീട് നൂറ് അതാണ് അനീഷിനോട് ചോദിക്കുന്നത്. പിന്നീട് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, നെവിൻ്റെ ഒരു നമ്മുടെ പണിപ്പുര ടാസ്ക് വന്ന സമയത്ത് ക്യാമറ മറിഞ്ഞ് നിന്നതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അനീഷ് വിചാരിച്ചത് ആ ഒരു 3 ക്യാമറയാണ് ഫോക്കസ് ചെയ്യുന്നതാണ്. അപ്പം ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് മുടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തു. അതിന് മുമ്പ് കഥ പറയുന്ന സമയവും അനീഷിനെ ഇങ്ങനെ നെവിൻ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ നടന്നു. അപ്പോൾ അത് ഷാനവാസിനോട് ചോദിച്ചു. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, നീ അപ്പോൾ അത് പറഞ്ഞുകൂടായിരുന്നോ, പിന്നീട് അതെന്തിനാണ് പറയുന്നത് എന്നൊക്കെ ചോദിച്ചത്. ഈ പറയുന്ന ആൾ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി ഒരു കാര്യം ഈ നെവിനുമായിട്ടുള്ള ഒരു വലിയ ഒരു ഭയങ്കര എന്താ പറയുന്നത്, പുറത്ത് പറയാൻ പറ്റാത്ത കണക്കുള്ള ഒരു സെൻസേഷണൽ പ്രോബ്ലം നേരിട്ട് ചോദിക്കാതെ ആദില നൂറയോട് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കിയ ഒരാളാണ്. ഇപ്പോൾ ലൈവിൽ നടക്കുന്നൊരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയാം. ലൈവിൽ ഇപ്പോൾ ആദിലെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളപ്പോൾ ആദിലയും നൂറയും കൂടി ഇരുന്നിട്ട് ഇയാൾ മെയിൽ ഷോവനിസ്റ്റ്, നമ്മുടെ ഷാനവാസ് ഇക്ക മെയിൽ ഷോവനിസ്റ്റ് ആണെന്നുള്ളത് ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇന്നലത്തെ എപ്പിസോഡിൽ ഷാനവാസ് ഇക്കയെ കുടഞ്ഞത്. സ്ത്രീകളോട് സ്ത്രീവിരുദ്ധത കാണിക്കുന്നു, സ്ത്രീകളോട് മോശമായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും നൂറയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ആദിലവിടെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഷാനവാസിൻ്റെ മനസ്സിലത് കിടക്കുന്ന ഷാനവാസ് അത് ചോദിച്ചു കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അനിമോളും കൂടി വന്ന് ഊഞ്ഞാൽ അവരുടെ സെയിം സ്ഥലമുണ്ടല്ലോ, സെയിം പ്ലേസ്, ഊഞ്ഞാൽ തൊട്ടിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നു. അപ്പോൾ പറയുന്നിട്ട് അയാൾ ആരാണ് പറയാൻ, നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ പറയും, അയാളുടെ ഫ്രണ്ട്ഷിപ്പ് പോയാൽ എനിക്കെന്താണ്, ഞാനിവിടെ ആങ്ങളെ പെങ്ങൾ കളിക്കാനൊന്നും അല്ല വന്നത്. കാരണം ലാലേട്ടൻ പ്രത്യേകിച്ച് പറഞ്ഞു ആങ്ങളെ പെങ്ങൾ കളിയല്ല ഇവിടെ വേണ്ടതെന്ന്. പിന്നെ ലാലേട്ടൻ ഇന്ന് പറഞ്ഞത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നിവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ എന്തെങ്കിലും ഒരു ലൈവായിട്ടുള്ളൊരു അപ്ഡേഷൻ ഞാൻ ഇടാം.
അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ലാലേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാവരും തനിച്ച് കളിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും കളിക്കാനാണ്. എല്ലാവരും 3 പേരും കൂടി ഇപ്പം ഈ ആദില, നൂറ, അനിമോൾ ഇവർ 3 പേരുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് മൈക്ക് മാറ്റി സംസാരിക്കുന്നതും ഒക്കെ ലാലേട്ടൻ എന്ന് വ്യക്തമായിട്ട് ചോദിച്ചു. ഞാൻ നേരത്തെ വീഡിയോ ജസ്റ്റ് പ്രൊമോ കണ്ടിട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അനിമോളോട് ചോദിച്ചപ്പോൾ അനിമോൾ പറയുന്നത് പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, കാരണം ഹൗസിനുള്ളിലല്ലാത്ത പുറത്തെ കാര്യങ്ങൾ മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവർ കേട്ടാൽ മോശമാവുന്ന കാര്യങ്ങളാണ് രഹസ്യമായിട്ട് പറയുന്നത്. ഇവിടെ മോശമാവുന്ന കാര്യങ്ങളൊക്കെ എന്തിനാണ് രഹസ്യമായിട്ട് പറയുന്നത്? ഇവിടെ രഹസ്യമൊന്നുമില്ല. ഇവിടെ തറയിലും ഇവിടെ ഫ്ലോർ ഉണ്ടല്ലോ, ആ ഫ്ലോറിൻ്റെ മാറ്റിനടി വരെ മൈക്കുകളാണ്. ഇവർ മൈക്ക് മാറ്റിയാലും വളരെ വ്യക്തമായിട്ട് അവർക്ക് കേൾക്കാം. ഇവരിയ്ക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇഷ്ടംപോലെ മൈക്കുകളാണ് പല സ്ഥലങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇവരത് മനസ്സിലാക്കാതെയാണ് മൈക്ക് മാറ്റിയിട്ട് സംസാരിക്കുന്നത്. ഇവർ മൈക്ക് മാറ്റി സംസാരിക്കുന്നത് നമ്മൾ കേട്ടില്ലേ? ചെവിയിൽ ജീവൻ ഗോപാലിൻ്റെ കാര്യം ചെവിയിൽ അവൻ ജീവിതം നശിപ്പിച്ചവനാണ്, അവനെൻ്റെ ജീവിതം തകർത്തവനാണ് എന്ന് ഡ്രസ്സിങ് റൂമിൽ ചെവിയിൽ പറഞ്ഞ കാര്യമാണ് നമ്മളിവിടെ പുറത്ത് കേട്ടെ. അനിമോൾ അത് അറിയുന്നില്ല ഇങ്ങനെ ഒരു സംഭവം പുറത്തറിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ എന്തിനാണ് ഇത് ഇത്രയും അറിയാൻ വയ്യാതാണ് ഒരു ഹൗസിലേക്ക് ഈ റിയാലിറ്റി ഷോയിലൊക്കെ പോയി. ഇവർ കാണാതെ പോയതല്ലല്ലോ, ഇവർ കണ്ടു തന്നെ പോയതാണ്. ഇന്ന് ഷാനവാസ് പറയുന്നിട്ട് ഒന്നും കണ്ടിട്ടില്ല, ഞാൻ ഒന്നും കാണാതെ ഒരു സുപ്രഭാതത്തിൽ വിളിച്ചു, ഇങ്ങനെ വരുന്നോന്ന് ചോദിച്ചു, അങ്ങനെ ഞാനങ്ങ് വന്നതാണ്. റീലും മറ്റേതാണ് കണ്ടത്. ഹോട്ട്സ്റ്റാറിൽ കിടപ്പോലെ എപ്പോഴും എപ്പിസോഡുകൾ ഇന്നും അവിടെ തന്നെ കിടപ്പുണ്ട്. ആ ഹോട്ട്സ്റ്റാറിൽ കയറി കാണാമല്ലോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഒരു ദിവസം ഇരുന്നാൽ തന്നെ നമുക്കൊരു 15-20 ദിവസത്തെ എപ്പിസോഡ് കാണാം. 100 ദിവസത്തെ എപ്പിസോഡ് കാണാൻ ഒരാഴ്ച പോലും വേണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ണുടച്ച് നമുക്കങ്ങ് എന്താ പറയണേ, ഇല്ല ഗുളിക വിഴുങ്ങുന്ന പോലെ നമുക്കങ്ങനെ വിഴുങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം പറയുമ്പോൾ കുറച്ച് മാന്യമായിട്ടൊക്കെ തള്ളാതൊക്കെ പറയും. പിന്നെ കുറച്ച് കള്ളം പറയുന്നതിനൊന്നും നമ്മളൊന്നും പറയത്തില്ല, കാരണം മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാത്ത കള്ളം അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരവർ പറഞ്ഞോട്ടെ. അപ്പം അതായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മൈക്ക് മാറ്റി സംസാരിക്കരുത്, മൈക്ക് മാറ്റി ഇനിമേലിൽ സംസാരിക്കാൻ പാടില്ല, നിങ്ങൾ എന്തിനാണ് 3 പേരും കൂടി അകത്ത് കയറുന്നത്? അപ്പം ആദില പറയുന്ന നൂറായി അനിമോളും കൂടിയാണ് കയറുന്നത്. ആദിലയും അനിമോളും കൂടി പലതവണ കയറുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നൂറായും അനിമോളും കൂടി കയറുന്നുണ്ടായിരുന്നു. ആദിലയും നൂറയും കൂടി കയറുന്നുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. 3 പേര് ഒരുമിച്ച് കയറുന്നുണ്ടായിരുന്നു, 2 പേര് വെച്ച് കയറുന്നുണ്ടായിരുന്നു മൈക്കില്ലാതെ. അപ്പം ലാലേട്ടനൊക്കെ ഇത്രയും സത്യം പറഞ്ഞാൽ നാണം കേട്ട് ചോദിക്കേണ്ട അവസ്ഥയാണ്. നിങ്ങൾ 3 ഡ്രസ്സ് മാറാൻ എന്തിനാണ് 3 പേരോട് കയറുന്നത്? സത്യമല്ലേ? നമ്മളിപ്പോൾ ഡ്രസ്സ് മാറാനായിട്ട് ഒരാളല്ലേ ഡ്രസ്സ് മാറുന്നത്? നമുക്കിപ്പോൾ 3 പേരോട് ഒരുമിച്ച് നിന്നാണ് ഡ്രസ്സ് മാറാൻ പറ്റുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ 3 പേരോട് ഒരുമിച്ച് എന്തിനാണ് ഡ്രസ്സ് മാറാൻ കയറുന്നതെന്ന് ചോദിച്ചു. ലാലേട്ടൻ അത്ര തന്നെ ചോദിക്കാൻ എങ്ങനെ എനിക്ക് തന്നെ ഒരു നാണക്കേട് തോന്നി. ഇതൊക്കെ ലാലേട്ടനെ പോലുള്ളൊരു മനുഷ്യനെ കൊണ്ട് ചോദിപ്പിക്കണമെന്നുള്ളത്. അതിനുശേഷം പറഞ്ഞു, നിങ്ങൾ 3 പേരോട് ഒരുമിച്ചല്ലല്ലോ കപ്പ് വാങ്ങുന്നത്, ഒരാൾക്കല്ലേ കിട്ടത്തുള്ളൂ, തനിച്ച് കളിക്കാൻ പറഞ്ഞു. പിന്നെ അതിനുശേഷം നൂറയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നൂറ മൂന്നാറിൽ സുഖവാസത്തിന് വന്നതെന്ന്. കറക്റ്റാണ്. നൂറയ്ക്ക് എന്ത് ഗെയിമാണ് അവിടെ കളിക്കുന്നത്? ഒരു കാര്യമില്ലാതെ ചുമ്മാതെ നിൽക്കുകയാണ്. നല്ലോണം സംസാരിക്കാൻ പോലും അറിയത്തില്ല. ഇങ്ങനെ കീര് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് തന്നെ. ചിലപ്പോൾ അത് അവരുടെ സ്ലാങ് ആയിരിക്കും. എനിക്ക് തോന്നുന്നില്ല കോഴിക്കോട് സ്ലാങ് ഒന്നും ഇല്ല. എനിക്ക് കോഴിക്കോട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ കോഴിക്കോടിലെ ചേട്ടന്മാരുണ്ട്, കുറേ ഫ്രണ്ട്സ് ഉണ്ട് അല്ലാതെ. അപ്പോൾ അവരൊന്നും ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ സംസാരിക്കുന്നതിനൊന്നും ഒരു വ്യക്തതയില്ല. ഒന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. ഒരു കഥ പറയാൻ പറഞ്ഞാൽ അതറിയത്തില്ല. അല്ല എന്തെങ്കിലും ഒരു ഒരു അഭിനയം പറയാൻ പറഞ്ഞാൽ അതിനറിയത്തില്ല. ആകപ്പാടെ ആ കാർത്തുമ്പിയുടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. പിന്നെ കുറേ ക്യൂട്ട്നെസ് വാരി വിതറാൻ അറിയാം. കാരണം ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ആണല്ലോ. പുരികം, കൺപീലി സകലതും ആർട്ടിഫിഷ്യലായിട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറാനാണ് അറിയുന്നത്. അല്ലെങ്കിൽ ഈ നൂറയൊക്കെ എന്താണ് കളിക്കുന്നത്? അതിലും ഭേദം ആദില കളിക്കുന്നുണ്ട്. നൂറയൊക്കെ എന്തിനാണ് അവിടെ നിർത്തിയിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. കാരണം കൊച്ചു പിള്ളേർ നമുക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ഹിന്ദിയൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇതെന്തോ ഇവിടെ കാണിക്കുന്നതെന്ന് നമുക്ക് തോന്നും. ഒട്ടും സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഇല്ലാത്ത കുറേ ആൾക്കാരാണല്ലോ അതിൽ. 1-2 ആൾക്കാർ ഒഴിച്ച് ബാക്കി ഇപ്പം അത് ആരിനും കൂടി കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. അല്ലാതെ ആരുണ്ട് അവിടെ? നിവിൻ എന്താണ് കാണിക്കുന്നത്? അയ്യോ എന്ന് പറഞ്ഞ് കിടന്ന് ചാടുന്നു. പിന്നെ അക്ബർ, ആര്യൻ, അതുപോലെ അനീഷ്, പിന്നെ ഷാനവാസ്, ഈ 3-4 പേരല്ലാതെ ആരുമോട് എനിക്ക് തോന്നുന്നില്ല ഒരു ക്വാളിറ്റി ഒരു ബിഗ് ബോസിൻ്റെ ഒരു മെറ്റീരിയൽസ് ആയിട്ട്. ഷാനവാസ് പിന്നെ ആ ഒരു ആളിൻ്റെ ഇതൊക്കെ ഉള്ളൂ. എന്നാലും ബിഗ് ബോസ് ഇപ്പം പിന്നെ കുറച്ചും കൂടി ഇപ്പം നമുക്ക് തോന്നുന്നത് സ്ട്രോങ് ആയിട്ട് ലക്ഷ്മി നിൽക്കുന്നുണ്ട്. അല്ലാണ്ട് ഈ അനിമോളായാലും
അനിമോൾ എന്ത് നന്നായിട്ട് കളിച്ചിരുന്ന ഒരാളാണ്. അനിമോൾ എങ്ങനെ ഇത്രയും താന്നു പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏറ്റവും ടോപ്പിൽ വന്നു ഒരു പെങ്കൊച്ച് ഈ ഫാമിലി വീക്ക് കഴിഞ്ഞതോടുകൂടി ഈ അമ്മയും ഒരു ഫ്രണ്ട് ചേച്ചിയും കൂടി ചെന്നതിന് ശേഷം കുത്തനെ താഴോട്ട് പോയി. അതിന് മുമ്പ് തന്നെ താഴോട്ട് പോകുമായിരുന്നു. ഈ 2 ആഴ്ച ഈ ഫാമിലി വീക്കിന് തൊട്ട് മുന്നത്തെ ആഴ്ച തൊട്ടാണ് താഴോട്ട് പോകാൻ തുടങ്ങിയത്. കാരണം ഈ ഒരു ലെസ്ബിയൻ ദമ്പതികളുമായിട്ട് എപ്പോൾ കൂട്ടുകൂടി അതിനുശേഷം അനിമോൾ താഴ്ചയിലോട്ട് കുഴിയിലോട്ട് വീണുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആലോചിക്കുമ്പം. അതിന് പകരമായിട്ട് പലരും കയറിപ്പോവും. ലക്ഷ്മിയൊക്കെ നിൽക്കുവാണ്, അതാദ്യം മനസ്സിലാക്കാതെ ചുമ്മാതെ അവിടെ നിൽക്കുവാണ്. ഇന്ന് ലാലേട്ടൻ എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു തനിച്ച് കളിക്കൂന്ന്. 3 പേരും കൂടി ഒരുമിച്ചല്ല കപ്പ് വാങ്ങിക്കുന്നത്. ഇത്രയൊക്കെ ഹിൻഡ് കൊടുത്തിട്ട് എന്താ ഇപ്പോഴും ഊഞ്ഞാൽക്കെട്ടിൽ വന്നിരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ പിന്നീട് എന്താണ് അക്ബറിനോട് ചോദിച്ചു. പിന്നീട് അന്നേരം തന്നെ കഴിഞ്ഞിട്ട് എപ്പിസോഡിൽ ചോദിച്ചു കഴിഞ്ഞല്ലോ എല്ലാം. പിന്നെ ഇപ്പോൾ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഈ പ്രാവശ്യം പാത്രം കഴുകുന്ന കാര്യങ്ങളും ഈ ഒരു ബാത്റൂമിൻ്റെ കേസുകളും പിന്നെ ഈ നമ്മുടെ എന്താ പറയുക അനീഷിൻ്റെ രാവിലത്തെ ഇവർ തമ്മിലുള്ള ഒരു ടോക്കും പിന്നെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും പിന്നെ അനീഷിനോട് ചോദിച്ചു. ജയിലിൽ അനീഷ് ഹാട്രിക്ക് നേടിയല്ലോ, ഒരുമിച്ച് ജയിലിൽ പോകുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇവരെന്തിനാണ് അനീഷിനെ എപ്പോഴും ജയിലിലിടുന്നതെന്ന് ചോദിച്ചു. ആരൊക്കെയാണ് ജയിലിലിട്ടതെന്ന് കൈ പൊക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് എപ്പിസോഡിൽ നടന്നത്. ഇന്ന് ലാലേട്ടൻ ക്യാഷ്വലായിട്ട് അങ്ങ് ചോദിച്ചു പോയി. പിന്നീട് എന്താ പറയണേ, പിന്നെ ബിന്നിയാണ് നമ്മുടെ ബിന്നിയാണ് അവിടെ പിന്നെ പുറത്തേക്ക് പോയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിന്നി പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് വോട്ടൊക്കെ ബിന്നിക്ക് കിട്ടിയേനെ. എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. ബിന്നി പുറത്ത് പോകാനുള്ള ഒരു കാരണം പിന്നെ ഷാനവാസുമായിട്ട് വഴക്കിട്ട് ആ ഒരു ടോയ്ലറ്റ് പ്രശ്നങ്ങൾ വന്നു. പക്ഷേ അതിനുശേഷം ബിന്നിയുടെ ഹസ്ബൻഡ് ഇവിടെ പ്രതികരണ രീതി ശരിയായില്ല. അതെൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. നിങ്ങൾക്ക് അതിനകത്ത് എതിരഭിപ്രായം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബിന്നി പുറത്തു പോകാനുള്ള ഒരു മെയിൻ ഖേദമായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്നിയുടെ ഹസ്ബൻഡ് ഇവിടെ പുറത്ത് പ്രതികരിച്ച രീതി മോശമായ ഒരു പ്രതികരണ രീതിയായിപ്പോയി. കാരണം നിൻ്റെ മക്കളടുത്ത് പറയുന്ന ഉപ്പാനെ കണ്ടുപഠിക്കരുത്, പിന്നെ പുറത്തോട്ട് വരുമ്പോൾ ഞാൻ ആരാണെന്ന് അറിയത്തില്ല, എൻ്റെ മുന്നിലായി പുറത്തായിരുന്നെങ്കിൽ എന്തോ ചെയ്ത് വളഞ്ഞാൻ എന്നൊക്കെയുള്ള രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ളൊരു സംസാര രീതി വന്ന് അതങ്ങോട്ട് പ്രേക്ഷകർക്കോ വോട്ട് ചെയ്യുന്നവർക്കോ ജനങ്ങൾക്കോ ഒന്നും ഇഷ്ടപ്പെടാനൊരു സാധ്യതയും ഉണ്ടായില്ല എന്നെനിക്ക് തോന്നി. അല്ലെങ്കിൽ തന്നെ ഈ ബിന്നി അല്ലെങ്കിൽ ഔട്ടാവേണ്ട ഒരാളല്ല ഇപ്പം ഉള്ളത് പറയാലോ. സാബുമാനൊക്കെ പറഞ്ഞ ഒന്നും ചെയ്യാതെ വെറുതെ PR വർക്ക് കൊണ്ട്, സത്യം പറഞ്ഞാൽ സാബുമാനൊക്കെ നല്ല PR വർക്ക് കൊണ്ടാണ് നിൽക്കുന്നത്. അല്ലാണ്ട് സാബുമാൻ എന്തവിടെ കാണിക്കുന്ന ഒരു ഭൂതത്തിൻ്റെ ഒരു ടാസ്ക് നന്നായിട്ട് ചെയ്തു. അല്ലാണ്ട് സാബുമാൻ അവിടെ നിൽക്കേണ്ട ഒരാവശ്യമില്ല. സാബുമാൻ എന്ത് ഗെയിം കളിക്കുന്നു, മര്യാദയ്ക്ക് വാ തുറന്ന് സംസാരിക്കാൻ പോലും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ അവിടെ നിർത്തിയിട്ട് നല്ല പോയിൻ്റ് ഔട്ട് ചെയ്ത ഒരാളിനെ എന്തെങ്കിലുമൊക്കെ തിരിച്ച് പറയുന്ന ഒരാളിനെയാണ് ഇപ്പം നമ്മൾ പുറത്തേക്ക് എടുത്ത് കളഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നെവിൻ എന്തുവാണ് അവിടെ കാണിക്കുന്നത്? നെവിൻ എന്തെങ്കിലും ഗെയിം ഉണ്ടോ അവിടെ? ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ തലയും കുലുക്കി മുടിയും കുലുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നില്ല. കൊച്ചു പിള്ളേർ 5 വയസ്സുള്ള പിള്ളേരുടെ കണക്ക് കിടന്ന് ബഹളം വയ്ക്കുന്ന കളി മാത്രമാണ്. ഇതൊക്കെ ഒരു കളിയാണ്. ഇതൊരു റിയാലിറ്റി ഷോയിലെ കോടിക്കണക്കിന് ജനങ്ങൾ പിന്നെ കാണുന്ന ഒരു റിയാലിറ്റി ഷോയിലുള്ള BB മെറ്റീരിയൽസാണ് ഇവരൊക്കെ. നമുക്ക് ഒരിക്കലും ഇവരെ അങ്ങനെ നിർത്താൻ തോന്നില്ല. പക്ഷേ അതിലേക്കാട്ടി വളരെ വളരെ ഭേദമായിരുന്നു ബിന്നി. പക്ഷേ ബിന്നിനെ ആ ഒരു എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിൻ്റെ ആ ഒരു പ്രതികരണം ജനങ്ങൾക്ക് എന്തോ ഉണ്ടായത് കൊണ്ടായിരിക്കാം ബിന്നിക്ക് കുറച്ചെങ്കിലും വോട്ട് കുറഞ്ഞത് എന്നുള്ള എൻ്റെ ഒരു തോന്നൽ പറയുക. സത്യമാവണമെന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇപ്പോഴും ഈ ലൈവിൽ ഇപ്പോൾ നടക്കുന്നവരെ അപ്പോൾ ഇതാണ് ലാലേട്ടൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഇതും കൂടി പറഞ്ഞു പോകാം. എന്തായാലും 3 പേരും കൂടി ഇപ്പോഴും ആ ഊഞ്ഞാൽ കസേരയിൽ 3 പേരുടെ കൂലങ്കുഷമായ ചർച്ചയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മി വന്ന് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഇന്ന് തൊട്ടുള്ള കാര്യങ്ങൾ ഈ കാര്യം പറഞ്ഞാൽ മതി, ഇനി നാളെ തൊട്ടുള്ള കാര്യം മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി എന്ന്. അപ്പോഴത്തേക്ക് തലയാട്ടിയിട്ട് തിരിച്ചു കഴിഞ്ഞപ്പോൾ അനിമോള് പറയുന്നിട്ട് ഇവരാരാ നമ്മളോട് ഇതൊക്കെ പറയാനായിട്ട്, ഒരു ടീച്ചറിൻ്റെ ലുക്ക് പോലെ അത് അവരെ കൈ വെച്ചിരുന്നത് നമ്മളതൊന്നും തിരക്കേണ്ട കാര്യമില്ലാന്ന്. അങ്ങനെ അവർ 3 പേരും കൂടി തന്നെ വീണ്ടും പ്ലാൻ ചെയ്യുന്നത്. ഈ അനിമോളെ സംബന്ധിച്ച് അനിമോൾ